ഒ ജി സുനിൽ ജനകീയ കോടതി എന്ന് പറഞ്ഞ് 24 ന്യൂസിലെ ഹാഷ്മി താജ് ഇബ്രാഹിം ഹോസ്റ്റ് ചെയ്യുന്ന ഷോയിൽ വന്നു. രാഹുൽ ഈശ്വറും ഉണ്ടായിരുന്നു. ഒ ജി സുനിലിൻ്റെ ഈ ഒരു ജനകീയ കോടതി കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മൈൻഡിൽ തോന്നിയത് എന്താ അറിയോ, ഒന്നില്ലെങ്കിൽ ഇയാൾക്ക് എവിടെയോ ഒരു തലക്കിട്ട് അടി കിട്ടിയപ്പോൾ ഇയാളുടെ ക്യാരക്ടർ ചേഞ്ച് ആയിപ്പോയി. അല്ലെങ്കിൽ ഞാൻ ആദ്യം മുതലേ ചിന്തിക്കുന്ന ഹീസ് എ ഷ്രൂഡ് മാൻ. ചെങ്ങായിക്ക് അറിയാം എങ്ങനെ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, സർവൈവ് ചെയ്യണമെങ്കിൽ ഏത് ടോണിൽ പോകണം ലൈഫ്, അല്ലെങ്കിൽ അത് എങ്ങനെ പോർട്രേറ്റ് ചെയ്യണം, ഏത് ടോണിൽ പോർട്രേറ്റ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്ന എ കണ്ണിങ് ഷ്രൂഡ് ബിസിനസ് മാൻ, എ ഹ്യൂമൻ ബീങ്. രണ്ടിലേതോ ഒന്നാണ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ഇവിടെ വരെ ചർച്ച ചെയ്തതും ഒ ജി സുനിൽ കൊടുത്ത റിപ്ലൈ ഒക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. കേരളത്തിൽ തന്നെ ഒരുപാട് ബിസിനസ്സുകാരെ നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ നമ്മൾ റെഗുലറായിട്ട് ഇപ്പോൾ കാണാറുണ്ട്. കാരണം പല ബിസിനസ്സുകാരും ഇപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഹൈപ്പാക്കി കൊണ്ടു നടക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ഒ ജി സുനിൽ ഒരു PR പുറത്തുനിന്ന് എടുക്കാതെ, വേറെ ഒരാളെയും ഹയർ ചെയ്യാതെ, ഒരു സ്ക്രിപ്റ്റഡ് ഒരു സാധനം കേൾക്കില്ല, അയാൾ ഒറ്റയ്ക്ക് ഇടും, അയാൾ ഒറ്റയ്ക്ക് ഹൈപ്പ് ചെയ്യും. അയാൾ ആ ഒരു സാധനമാണ് അയാൾ പിടിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒ ജി സുനിൽ എന്താണ് ഈ ആരോപണങ്ങളെക്കുറിച്ച്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഹരി, പെണ്ണ്, അങ്ങനത്തെ എല്ലാ ഡൂബിയസ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും ആരോപണം ഇയാൾക്കെതിരെയാണുള്ളത്. വിരൽ ചൂണ്ടുന്നത് ഇയാൾക്കെതിരെയാണ്. ഓക്കെ, അപ്പോൾ അതിലൊക്കെ എന്താണ് ഒ ജി സുനിലിൻ്റെ എക്സ്പ്ലനേഷൻ എന്നൊക്കെ നമുക്ക് നോക്കാം. കുറച്ച് കാലമായിട്ട് ഈ ഒ ജി സുനിലിൻ്റെ ലൂപ്പ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. കേരളത്തിൽ പബ് കൾച്ചർ വരുന്ന ആദ്യ സമയത്ത് ഒരുപക്ഷെ ഈ പബ് കൾച്ചർ പാണ്ടി പാർട്ടി എന്നൊക്കെ പറയുന്നതിലൂടെ കേരളത്തിൽ പരിചയപ്പെടുത്തി കൊടുത്ത ഒരാൾ കൂടിയാണ് താങ്കൾ. 100%. പബ് കൾച്ചർ ഒരു പോസിറ്റീവ് സാധനമാണ് താങ്കൾ പറയുമോ? പിന്നെ നമ്മൾ ഇത്ര വർക്ക് ലോഡ് കഴിഞ്ഞിട്ട് നമ്മുടെ എനർജി റിലീസ് ചെയ്യണമെങ്കിൽ എവിടെ റിലീസ് ചെയ്യാം? സോ യു ഹാവ് ടു ഹാവ് അങ്ങനത്തെ ഏരിയകൾ വേണം ആ എനർജി റിലീസ് ചെയ്യാൻ, ആ ഒരു ഫ്രസ്ട്രേഷൻ. താങ്കൾ ഒരു സേവനം എന്നുള്ളത് ചെയ്യുന്നല്ല, താങ്കൾ ഒരു പണം ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് അതിന്റെ ആദ്യ ചോദ്യം, താങ്കൾ ഈ ജീവിതം പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ, ഇത് അട്രാക്റ്റീവ് ആണ് എന്ന് പറയുന്നതിലൂടെ, അത് ലൗഡായി പറയുന്നതിലൂടെ താങ്കളുടെ കച്ചവടത്തിൽ കളയെത്തിക്കുകയാണ് താങ്കൾ. അതാണ് ഞാൻ പറയണത്. എന്റെ കച്ചവടം അത് വെച്ചിട്ടല്ല. എന്റെ ക്ലബില് എനിക്ക് വലിയ കച്ചവടമൊന്നുമില്ല. എന്റെ ഷിക്കാഗോ എന്ന് പറഞ്ഞ ക്ലബില് ഇറ്റ്സ് വെരി വെരി നോമിനൽ, 100 പേർക്ക് കയറാവുന്ന ഒരു ക്ലബ്, അത്രേ ഉള്ളൂ. തറവാട് ഈസ് എ വെരി എക്സ്ക്ലൂസീവ് സ്പേസ്. അത് ഞാൻ പാർട്ടിക്കല്ല കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് പലരും, ഞാനും നിങ്ങളും അടക്കം ഒരുപാട് പേര് ചിന്തിച്ചിട്ടുണ്ടാവും, ഇങ്ങനൊരു ലൈഫ് സ്റ്റൈൽ. ഓക്കെ, അതും ഈ പ്രായത്തിൽ ഇങ്ങനൊരു ലൈഫ് സ്റ്റൈൽ ഇയാൾ സോഷ്യൽ മീഡിയയിൽ പോർട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബിഹൈൻഡ് എന്ത് ലാഭമായിരിക്കും ഇയാൾക്ക്? ഇല്ല, ചിന്തിച്ചിട്ടില്ലേ? ഇയാളുടെ ബിസിനസ് ഗ്രോ ചെയ്യാൻ, അതായത് പാർട്ടി, പബ്ബ് പരിപാടികൾ, ഇയാൾക്ക് സ്വന്തമായിട്ട് സീനുകളുള്ള ഒരാളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക കൺവേർഷൻ ഇത് കണ്ടിട്ട്, ഓക്കെ, ഒ ജിയുടെ ലൈഫ് സ്റ്റൈലും ഒ ജി പോർട്രേറ്റ് ചെയ്യുന്ന ഒരു തരം എന്താ പറയുക ചിൽ വൈബ് സാധനമുണ്ട്, ഒരു ലാർജർ ദാൻ റിയൽ ലൈഫ് ഐറ്റം. അത് കണ്ടിട്ട് അതിൽ ആകൃഷ്ടരായിട്ടുള്ള ആളുകൾ കൂടുതൽ ഇയാളുടെ ബിസിനസ്സിലേക്ക് വരുന്നു. ദാറ്റ് മീൻസ് പബ്ബ് പരിപാടികൾ, ഇയാളുടെ കാന്താരി, അത് ഇതെന്ന് പറഞ്ഞ കുറേ സാധനങ്ങളുണ്ട് ഇയാൾക്ക്. അവിടെയൊക്കെ കുറേ ആൾക്കാർ വന്നു പോകുന്ന ആ ഒരു ചിൽ വൈബ് സാധനത്തിലേക്കുള്ളൊരു അട്രാക്ഷൻ യങ് ജനറേഷനെ പിടിക്കാനാണോ എന്നുള്ളത് ചിന്തിച്ചു പോകും, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷെ ഒ ജി അത് ഡിനൈ ചെയ്യണം എപ്പോഴും. ഒ ജി പറയുന്നത് ഇത് ഞാൻ അതിന് ചെയ്യുന്നൊന്നുമല്ല, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പം ഇങ്ങനെ, ഞാൻ ഇതേ പറയൂ, അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കാനും ഞാൻ റിയലാണ്, ഇതൊന്നും എനിക്ക് കൺവേർഷൻ ഇല്ല. അപ്പോഴാണ് നമ്മൾ ബിഹൈൻഡ് സാധനം ചിന്തിക്കുന്നത്. അവിടെ ഞാൻ ബിഹൈൻഡ് സാധനം ചിന്തിക്കുന്നത് ഏത്? അയാൾക്ക് ബിസിനസ്, അയാളുടെ പബ്ബിൽ ഇനി ബിസിനസ് വേണ്ട, ഹോട്ടലിൽ ബിസിനസ് വേണ്ട, അയാളുടെ റിസോർട്ടിൻ്റെ ബിസിനസ്സും അല്ല. അയാൾക്ക് പിന്നെ എന്തിനാണ് അയാൾക്ക് യങ് ക്രൗഡിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഇപ്പം കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു ബിസിനസ് അതിനിടയിൽ നടത്താമല്ലോ. അതിൻ്റെ ആരോപണമാണല്ലോ ഒ ജിക്കെതിരെ ഈ എല്ലാവരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഡെഫിനറ്റ്ലി നിങ്ങളോട് പറയാം, ഒ ജിയെക്കുറിച്ച് അറിയുന്ന ഓരോ വ്യക്തിയും, അതായത് അടുത്തറിയുന്നത് ഒ ജി സുനിൽ എന്താണെന്നുള്ളത് ആ സർക്കിളിൽ, കൊച്ചി സർക്കിളിൽ അറിയുന്നവർക്കൊക്കെ ഹീസ് എ ഡോൺ, ഡെഡ്ലി ഡോൺ, ഇതാണ് പറയുക. മനസ്സിലായോ? പക്ഷെ ഒ ജി പുറത്ത് ഏത് ഡോൺ? ഞാൻ ഡോണാ? എന്ത് ഡോണ്? ഇത് മറ്റേ ഏതൊരു സിനിമയിൽ കണ്ട കഥാപാത്രത്തെ പോലെ നിങ്ങളെന്നെ കാണുകയാണ്. ഞാൻ അങ്ങനെയൊന്നും അല്ല. ഐ എം എ ചിൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ ഒ ജിക്ക് ചുറ്റുമുള്ള ഉപഗ്രഹങ്ങൾ പറയുന്നത് അങ്ങനെയല്ല.
ശരിക്കും ഈ OG കുറിച്ചുള്ള ഓരോ കഥകളും, അല്ലെങ്കിൽ OG സുനിൽ എന്ന് പറഞ്ഞ വ്യക്തി കിങ് ആണ്, ഡോണാണ്, അയാൾ സ്ത്രീ ലഹരി വിഷയങ്ങൾ അങ്ങനെ ഇങ്ങനെയെന്ന് പോകുന്നൊരു വ്യക്തിയാണെന്നൊക്കെ പറയുന്നത് ഈ ഉപഗ്രഹങ്ങളാണ്. ചുമ്മാ ഒരാളെ കുറിച്ച് ഇത്രയും വർഷങ്ങളായിട്ട് ഈ ഉപഗ്രഹങ്ങൾ അടങ്ങി ഇപ്പോഴും പറഞ്ഞു നടക്കും. അവിടെ ഞാൻ പറഞ്ഞു, അപ്പോൾ ഈ ഒരു കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈൽ പോർട്രേറ്റ് ചെയ്യുമ്പോൾ ഇവർ ഈ പറഞ്ഞ ആംഗിളിലേക്ക്, യുവത്വത്തിനെ ലഹരിയിലേക്ക് ഇയാൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണോ സംശയിക്കാൻ കാരണങ്ങളില്ലേ? സംശയിച്ചുകൂടെ? പക്ഷേ ഇതിന് പ്രൂഫുകളില്ല. അതാ രസം. OGയുടെ ഒരു കാര്യത്തിലും നമുക്ക് പ്രത്യേകിച്ച് ഈ ലഹരിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു പ്രൂഫുകളോ കേസ് എടുക്കാൻ ഹൈമവൽ ഭദ്രാൻ്റെ വന്നിട്ട് ഇയാൾക്കെതിരെ കേസ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ പത്രസമ്മേളനമൊക്കെ നടത്തി പോയിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ എൻ്റെ കാസറ്റ് അടക്കം ഒരുപാട് പേര് ഇയാൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് നോ യൂസ്. കേസില്ല. അതാണ് അയാളുടെ ധൈര്യം. അതാണ്. എനിക്കെതിരെ കേസില്ല. പിന്നെ പഴയ ഇയാളെ പാണ്ടി പാർട്ടി അടക്കം മറ്റേ പാർട്ടിക്കെതിരെ ഇടയിൽ ഇയാളുടെ അടുത്ത സുഹൃത്തെങ്ങാണ്ട് വെള്ളത്തിൽ വീണ് മരിച്ചതും അങ്ങനെ കുറേ സീനുകൾ വേറെ, ഇയാളുടെ ബാറിൽ വെടിവെപ്പ് നടന്നത്, അങ്ങനെ കുറേ ഐറ്റങ്ങൾ. പക്ഷേ ഒന്നിലും OGക്കെതിരെ ഒന്നുമില്ല, കേസും ഇല്ല, ഒരു സാധനവും ഇല്ല. അതുകൊണ്ട് OG ആരെന്ത് ചോദിച്ചാലും OGക്ക് കേസുണ്ടാ, വിഷയമുണ്ടാ, ആരോപണം മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇയാൾ മാറിപ്പോ. അതാണ് OGയുടെ എസ്കേപ്പ് ലൈൻ. പാണ്ടി പാർട്ടി എന്ന ഐഡിയ വരുന്ന ഇവിടുന്ന്. പാണ്ടി പാർട്ടി എന്ന് പറഞ്ഞാൽ അത് മാസത്തിൽ നടക്കുന്ന ഒന്നായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ അതിലേക്ക് വന്നിരുന്നു. അവിടെ സെർവ് ചെയ്യേണ്ട ആവശ്യം ഇൻഗ്രീഡിയൻസ് മൊത്തം സെർവ് ചെയ്തിരുന്നു. അത് കേരളത്തിൽ നിന്ന് പരിചയമില്ലാത്ത സമയമായിരുന്നു. ആ ഐഡിയ എവിടെ നിന്നാണ് വരുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ നിങ്ങൾ തീരുമാനിക്കുന്നത്? ഒരു കാര്യം പറഞ്ഞു, ആ ഒരു വേർഡ് സെർവ് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ സെർവ് ഇൻഗ്രീഡിയൻസ്, അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. യെസ്, ആൽക്കഹോൾ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഓപ്പൺ പാർട്ടി. അവിടെ നടന്ന എല്ലാം തന്നെ ഞാൻ ഷൂട്ട് ചെയ്ത് എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇറ്റ് വട്ട് എവർ ഐ ഡു ഇറ്റ്സ് ഓപ്പൺ. ഈ മറ ഇല്ലാണ്ടുള്ള പരിപാടികളാണ്. അപ്പൊ അതാവുമ്പോ എല്ലാവർക്കും സംശയമാണ്. അല്ല, അത് രണ്ട് ടൈപ്പാണല്ലോ. ഒന്നും മറച്ചു വെക്കാത്ത ആൾക്കാർ, അല്ലെങ്കിൽ പഠിച്ച കള്ളന്മാര്. രണ്ടുപേരെ അങ്ങനെ ചെയ്യും. ഓക്കെ, താങ്കൾ അതിൽ ഏത് ക്ലാസിഫിക്കേഷൻ പെട്ട ആളാണ്? അത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് ആൾക്കാരെടുക്കട്ടെ. ഇപ്പൊ ഞാൻ പറയാണ് ഞാൻ പഠിച്ച കള്ളനാണ്, അല്ലെങ്കിൽ ഞാൻ ഇതാണ്, അങ്ങനെയല്ല. അത് ആൾക്കാരെന്താന്ന് വെച്ചാൽ ഡിസൈഡ് ചെയ്യാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇയാൾ പഠിച്ച കള്ളനായിട്ടാണ് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെയാണുള്ളത് എനിക്കറിയില്ല. എനിക്ക് OGനെ പഠിച്ച കള്ളനായിട്ടാണ് തോന്നിയിട്ടില്ല. ഞാനീ പറഞ്ഞല്ലോ, വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടന്റ് റെഫർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളോട്, ഈ വ്യക്തിയെക്കുറിച്ച് അറിയുന്ന ആളുകളോട് ഇയാളുടെ ഹിസ്റ്ററി, ഇയാളുടെ പ്രസൻറ്റ് ഒക്കെ അറിയുന്നവരോട് ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലാവുന്നത്, ഓക്കെ, ഇയാൾ സോഷ്യൽ മീഡിയയിൽ പോർട്രേറ്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് എ ഡിഫറൻസ്. ഡിഫറെൻ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിഫറെൻ്റ് എന്ന് അത്രയ്ക്ക് പറയാൻ പറ്റില്ല. കാരണം ഇയാൾ ലൈഫിൽ റിയലായിട്ടും ഇങ്ങനെയൊക്കെ തന്നെയാണ് ബാക്കിയുള്ളവർ മുന്നിലും പോർട്രേറ്റ് ചെയ്യുന്നത്. ബട്ട് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് ക്ലീൻ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒറ്റയടിക്ക് കണ്ണടച്ചിട്ട് അല്ല, ലൈക്ക് ഇയാൾ ഓക്കെ ആണെന്ന് പറയാൻ പറ്റില്ല. എവിടേക്കോ ഇയാൾക്ക് സംതിങ് ഈസ് ദെയർ, ബട്ട് ഈ ഈസ് ടു സ്മാർട്ട്. ടു സ്മാർട്ട് എന്നേ പറയുള്ളൂ. ഭയങ്കര സ്മാർട്ടാണ് ഈ ചങ്ങായി. മനസ്സിലായോ? എല്ലാ കളിയും കളിച്ച് എല്ലാ അലമ്പിൻ്റെയും കൂടിൻ്റെയും അങ്ങേയറ്റം കണ്ട് അയാൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിലടക്കം അത് സൊസൈറ്റിയെ അറിയിക്കാതെ മാറി. ചില ഈ പഴയ ഡോൺ സെറ്റപ്പുള്ള ആൾക്കാരുടെ വിഷയം എന്താ വെച്ചാൽ, ഈ മാറുന്ന സൊസൈറ്റി അല്ലെങ്കിൽ മാറുന്ന ജനറേഷൻ, മാറുന്ന സോഷ്യൽ മീഡിയ കൾച്ചറിൻ്റെ ഒപ്പമൊക്കെ എത്താനും നിൽക്കാനും പാടാം. പക്ഷെ ഇയാൾക്ക് അങ്ങനെയല്ല. ഇയാൾ പണ്ട് കാലത്ത് ഇയാളുടെ യങ് ഏജ് മുതലേ അയാളുടെ ഏജിനോ അല്ലെങ്കിൽ ആ ഏജിന് കേരളത്തിലുണ്ടായത് യങ് ജനറേഷനേക്കാൾ മുന്നേ സഞ്ചരിച്ചൊരു വ്യക്തിയാണ്. അപ്പം അയാൾ ഇപ്പം ഈ പ്രായത്തിൽ വന്ന് നിൽക്കുമ്പോഴും തന്തവൈ പഠിച്ച് നിൽക്കുമ്പോഴും ആശാൻ എന്താണ്, അയാളുടെ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരേക്കാൾ കൂടുതൽ ഫോർവേഡായിട്ട് വേറൊരു കൈൻഡ് ഓഫ് അറ്റ്മോസ്ഫിയറിൽ ജീവിച്ച് അത് ക്രിയേറ്റ് ചെയ്ത ആളുകളെ കാണിച്ചു കൊടുക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല എനിക്ക് എപ്പോഴും ഇയാളെ തോന്നിയിട്ടുള്ളത് ഭയങ്കര സസ്പീഷ്യസ് ആയിട്ട്, ഭയങ്കര നിഗൂഢത നിറഞ്ഞ ഒരാൾ. ഒരിക്കലും ഒരു ക്ലീൻ ചീറ്റ് കൊടുത്ത് വിടാൻ പറ്റുന്നൊരു വ്യക്തിയല്ല. ഓക്കെ, അത് പാസ്റ്റ് ആണെങ്കിലും പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിലും. പാസ്റ്റിൽ ഇയാൾ കുറച്ചും കൂടി ഈ സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലഘട്ടത്തിൽ ചെയ്ത കാര്യങ്ങൾ ഒരുപാട് അലമ്പുകളും ഇതുമുണ്ട്. പക്ഷെ അന്ന് ഇയാളുടെ പൊളിറ്റിക്കൽ പവർ ഉണ്ടായിരുന്നു. അന്ന് ഇയാളുടെ കുറച്ചും കൂടി മണി പവർ ഉണ്ടായിരുന്നു. അന്ന് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പവർ ഇല്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ പവറും കൂടി അയാൾ കയ്യിലെടുത്ത് വെച്ചു. പൊളിറ്റിക്സൊക്കെ അയാൾ കുറച്ച് ഡ്രോപ്പ് ചെയ്ത്, ബട്ട് സ്റ്റിൽ ഇയാൾക്ക് ആ ബാക്കപ്പും ഉണ്ട്. അങ്ങനത്തെ കേസിനെയാണ് OG ടാർഗറ്റ് ചെയ്യുന്നത്.
ഹക്കീം എന്ന് പറയുന്ന എന്റെ കാസറ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, പലരെയും അൺമാസ്ക് ചെയ്യുന്ന ഒരാളാണെന്ന് പറയപ്പെടുന്ന ഒരു യൂട്യൂബർ താങ്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ചു, താങ്കളുടെ ഒരു ജീവനക്കാർക്കെതിരെ ആരോപണം ഉന്നയിച്ചു. ആ ജീവനക്കാരിൽ കൂടി താങ്കൾ പരാതി കൊടുത്തു. പക്ഷെ താങ്കൾക്കെതിരെ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങൾ താങ്കൾ ഇപ്പോഴും ഒരു ഡയറക്ടറോട് നൽകിയിട്ടില്ല. എല്ലാവർക്കും കോടതി നോട്ടീസ് പോയിട്ടുണ്ട്, ഹക്കീമിനടക്കം. കോടതി നോട്ടീസ് ഒക്കെ ഒരു നോർമൽ പ്രൊസീജിയർ അല്ലേ ഓജി? നോർമൽ പ്രൊസീജിയറിൽ കൂടുതൽ ഒരു കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല, മനസ്സിലായല്ലോ. ദാറ്റ് ഈസ് ഞാൻ കേസ് കൊടുത്തു, അതിന്റെ ഞാൻ സെൻട്രൽ സ്റ്റേഷനിലാണ് കൊടുത്തത്. അവിടുന്ന് നമ്മൾ അത് ഹൈക്കോടതിയിലേക്ക് കൊടുത്തു. ഹൈക്കോടതി അത് ആ ഒരു സെക്ഷനിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞു. സബ് കോടതിയിൽ ഇപ്പൊ കേസ് ഉണ്ട് അതിന്റെ. എല്ലാവർക്കും പോയിട്ടുണ്ട്. ഹക്കീം എന്ന് പറയുന്ന പയ്യനെ അറിയില്ല. പ്ലസ് ഞാൻ പറയുന്നത് ഇവർക്കൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണേ. ഈ ഹക്കീമിനെ എനിക്ക് അറിയത്തില്ല. ഈ പറയണേ, എനിക്ക് ആ ലേഡി എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമ്പർ 18 ആ സംഭവത്തിൽ ഞാൻ ഇന്ത്യയിൽ പോലും ഇല്ല. അതാണ് അതിനേക്കാളും ഇത്. പറയുന്ന ആൾക്ക് താങ്കളോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല, ഒരു ദേഷ്യമില്ല. ഇപ്പൊ കേരളത്തിൽ താങ്കൾ മാത്രമല്ല ഒരു വ്യവസായിയായിട്ടുള്ള ആൾ. ഹക്കീം എന്തുകൊണ്ടാണ് താങ്കളെ മാത്രം പിൻപോയിന്റ് ചെയ്യുന്നത്? ബിക്കോസ് എന്റെ സോഷ്യൽ മീഡിയ റീച്ച് അത് വെച്ചിട്ട് അവർക്ക് പൈസ ഉണ്ടാക്കാം. എന്നാ ഒറ്റ വീഡിയോ ക്രൂരനെ ക്രൂരത കൊണ്ട് നേരിടണം, ഇരുമ്പിനെ ഇരുമ്പ് കൊണ്ട് മുറിക്കണം. ഇമ്മീഡിയറ്റ് ആയിട്ട് 24 മണിക്കൂർ കൊണ്ട് പോലീസ് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. സ്വാമി ഹിമവൽപതാരമായി എന്താണ് ഞാൻ മുഖ്യമന്ത്രി ഇയാളെ ഞാൻ അറിയോലുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾക്കെതിരെ ആരോപണം? ഇപ്പൊ ഹക്കീമിനെ സോഷ്യൽ മീഡിയയിൽ പറയാം. ഇതാരാണ് ഇതിന്റെ പുറകിലെന്നുള്ളത് എനിക്കൊരു പിടിയില്ല. അപ്പൊ ഞാൻ ഇതിന്റെ ബാക്കിലേക്ക് നോക്കിയപ്പം ഈ പറയുന്ന മരട് അനീഷും ഇയാളും പിന്നെ വേറൊരാളും കൂടിയുള്ള ഫോട്ടോസ് കണ്ടിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇതൊരു കോക്കസ് അവർ ചെയ്യാന്ന്. പിന്നെ ഞാനൊന്നും ഇല്ലീഗലി ചെയ്യാത്ത കാരണം വൈഷുടായി ഞാനെന്തിനാ പേടിക്കണേ? ഞാൻ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഈ ചെങ്ങായിയുടെ ഇയാളുടെ സ്കില്ല് ഇവിടെയാണ് കിടക്കുന്നത്. അതായത് ഹക്കീമിനെ അറിയില്ല, ഹക്കീമിനെ ഇയാൾക്ക് അറിയില്ല എന്നാണ് ഇയാൾ പറയുന്നത്. ഹിമവൽ ഭദ്രാനെ അറിയില്ല എന്ന് പറയുന്നത്. ഇയാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ആരും ഇയാൾക്ക് അറിയില്ല. പിന്നെ ഇനി ആരോപണം ഉന്നയിച്ചവരോട് ഇവർക്ക് ഇയാൾക്ക് പ്രത്യേകിച്ച് ദേഷ്യവും ഇല്ല. മനസ്സിലായോ? തിരിച്ചൊരു ചോദ്യം പോലും ഇയാൾ ചോദിക്കുന്നില്ല. ഏത് ഈ ആരോപണം ഉന്നയിച്ചതിൻ്റെ അവസ്ഥ എന്താ, അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ ചോദ്യങ്ങളൊന്നുമില്ല. തോക്കുസ്വാമിക്കെതിരെ പല കേസുകളും കാര്യങ്ങളും ഉണ്ട്. ഹക്കീമിനെതിരെ ഈ അടുത്ത് കുറേ സാധനങ്ങൾ പൊട്ടി. അപ്പം ഇത് മരട് അനീഷ് ഏകേന ഗുണ്ട. അപ്പം ഇയാൾക്ക് സാധാരണ നോർമൽ ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ അവസ്ഥ എന്താ? ഇപ്പോൾ എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ ആരോപണമല്ലാതെ തന്നെ അവർ റെഡ് ഹാൻഡഡ്ലി തൂക്കി ചുവന്ന കരങ്ങളോടെ എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥയിലുള്ള ആളുകളാവുമ്പോൾ അവർക്കെതിരെ ഒരു വാക്കുകൾ അട്ടർ ചെയ്യും, അതുമില്ല. അപ്പം അപ്പം ഇയാളെന്താ പറയുക, ഇയാൾ കൃത്യമായിട്ട് ഇയാൾക്കെതിരെ വരുന്ന ആളുകൾ എന്തൊക്കെയാണെന്നും അല്ലെങ്കിൽ അവർ ഇടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ ഇയാൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇല്ല ഒന്നും എനിക്ക് തോന്നുന്നില്ല. നല്ല രീതിയിൽ ഇയാളത് ട്രാക്ക് ചെയ്യുന്നുണ്ട്. മേ ബി ഇയാൾ ഇവരൊക്കെ ആയിട്ട് സംസാരിച്ചൊരു ടേംസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇയാൾ ഉണ്ടാവൂടെ, ഇല്ല ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, മരടുമായിട്ടാണെങ്കിൽ പോലും ചിലപ്പോൾ മരടുമായിട്ട് ഇയാൾ ഉണ്ടാവില്ല. കാരണം മരടുമായിട്ട് ഇവരുടെ കാലങ്ങളായിട്ടുള്ള പകകളായിരിക്കും. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വരുന്നതും പോകുന്നതുമായിട്ടുള്ള ഓരോ ഫേസുകളോട് ഇയാൾ ട്രാക്ക് വയ്ക്കുന്നുണ്ടാവും. മൈറ്റ് ബി ലൈക്ക് എന്താ പറയുക, എവിടെയെങ്കിലും ഒന്ന് ഗെറ്റിംഗ് കണക്റ്റഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. ദാറ്റ് ഐ എം ഡാം ഷുവർ. ഓക്കെ, പിന്നെ OGP പറഞ്ഞ പോലെ ഞാൻ എന്തിന് ചെയ്യണം, ഞാൻ എന്തിന് കാണിക്കണം എന്ന് പറയുന്നത് അതൊരു സോഷ്യൽ മീഡിയയുടെ മുന്നിൽ അല്ലെങ്കിൽ ക്യാമറേൻ്റെ മുന്നിൽ വരുമ്പോൾ മാത്രം പറയുന്നതായിരിക്കും. ഇത്രയും കണ്ണിങ് ആയിട്ടുള്ള ഒരു ബിസിനസ് മാൻ ലൈഫിൻ്റെ ഇവിടെയും കണ്ട ഒരാൾ, ഏറ്റവും ടോപ്പും കണ്ടിട്ടുണ്ട്, ഏറ്റവും അടിയും കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത്, അടിയിൽ നിന്ന് പിന്നെ മോളിക്ക് കയറി ഒന്നു എന്ന് പറയുന്നു. അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഇത്ര ചില്ലായിട്ട് എടുക്കില്ല അയാൾക്കെതിരെ വരുന്ന ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം അത് കൃത്യമായി ട്രാക്ക് ചെയ്യുന്നുണ്ടാവും, അതിൻ്റെ കൃത്യമായ കാര്യങ്ങളും അയാൾ ചെയ്യുന്നുണ്ടാവും. മനസ്സിലായോ? ആൻഡ് ഇവിടെ എഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, ഇയാൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മരട് അനീഷാണ് ഏറ്റവും കൂടുതൽ. തെളിവുകൾ അടക്കമുണ്ട് എന്നുകൊണ്ടാണ് മരട് കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. മരടിനെ ഇയാൾക്ക് കട്ട് ചെയ്യാം, കാരണം മരട് എന്ത് ഗുണ്ടാവും എന്ന് പറഞ്ഞാൽ എന്ത് പോയി എന്നുള്ളത് ചോദിക്കാം. കാരണം OG സുനിലിനെതിരെ ആ മരട് അനീഷിൻ്റെ കേസിലുള്ള അത്ര എന്തില്ല, ഗ്രാവിറ്റിയുള്ള കേസുകളോ കാര്യങ്ങളോ ഇവരുടെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ OGക്ക് അത് ഭയങ്കര ഈസിയാണ്. ഏതാ ഗുണ്ടാവും പറഞ്ഞിട്ട് പോട്ടെ എന്ന് പറയാം. ബട്ട് പറയുന്ന ആരോപണങ്ങൾ വലുതാം. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഈ സുനിലിനെ ചെയ്തപ്പോഴും അതാ പറഞ്ഞത്, ചുമ്മാ ഉള്ള ആരോപണങ്ങളല്ല, വർഷങ്ങളായിട്ട് ഒരാൾക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് പെണ്ണും ലഹരി മാത്രമാണ്. മൂപ്പര് ഒന്നുമില്ല, ഇതിനൊന്നും പറയില്ല എന്നുള്ളൊരു സാധനമാണ് മൂപ്പര്. ഇത് വരുന്നത് വന്നോട്ടെ, ഇനിയും വരട്ടെ, അത് എനിക്ക് ഇനി ഹൈപ്പാന്ന് പറഞ്ഞ് നടക്കുന്ന രീതിയിലുള്ള ഒരുത്തൻ.
യൂത്ത് വീട്ടിനടിയിലേക്ക് പോയി. ആക്ച്വലി താങ്കളുടെ പേര് തന്നെ പറയുന്നുണ്ട്. താങ്കൾ കൊച്ചിയിലെ ഡ്രഗ് മാഫിയ തലവനാണ്. താങ്കൾ അതിന്റെ മറവിൽ മാംസക്കച്ചവടം നടത്തുന്നുണ്ട്, പിമ്പിങ് നടത്തുന്നുണ്ടടക്കം രൂക്ഷമായ ആരോപണം ഉന്നയിക്കണം മരട് അനീഷ്. എന്താണ് മരട് അനീഷിന്റെ പ്രശ്നം? മരട് അനീഷ് ഒരു ഗുണ്ടയല്ലേ? സോ വാട്ട്? മരട് അനീഷിന് മരട് അനീഷിന് പല മോട്ടീവ് ഉണ്ട്. ഗുണ്ടയുടെ പരിപാടി എന്താ? ഗുണ്ടകളോട് എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഗുണ്ടകൾക്ക് ഈ പറയുന്ന അധോലോകത്തിന്റെ ഈ പറയുന്ന രീതിയിലുള്ള സ്പന്ദനങ്ങൾ നമുക്കാർക്കും അറിയണമെന്നില്ലല്ലോ. ഗുണ്ടകൾക്ക് മാത്രം അറിയാവുന്ന ചില അധോലോക secrets ഉണ്ട്. അതിന് നമ്മുടെ അടുത്ത് എന്തെങ്കിലും പൈസ ചോദിക്കുകയോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവാണ്ട് അങ്ങനെ വരില്ലല്ലോ. എന്നാൽ OG സുനിൽ എന്ന് പറയുന്ന വ്യക്തി കൊച്ചിയിലെ യുവാക്കളെ വഴിതെറ്റിക്കുന്ന ഡ്രഗ് മാഫിയയുടെ തലവനാണ് എന്ന് നേർക്കുന്ന ആരോപണം ഉന്നയിക്കുകയാണ്. അതെ, എന്ന് പറഞ്ഞാൽ ഈ അധോലോകത്തിന്റെ സ്പന്ദനം അത് തന്നെ. അതുകൊണ്ട് അതിന് പുള്ളിക്ക് ലീഗലായിട്ട് ഞാൻ പോയിട്ടുണ്ട്. ഐ ഹാവ് ഡൺ ലീഗലി. എന്താണ് ലീഗൽ നോട്ടീസ്? ലീഗൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഡൽഹിയിൽ പോലെ ഞാൻ ലീഗൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. പ്ലസ് മരട് അന്വേഷണം സംശയമുണ്ട് എല്ലാവർക്കും. ഈവൻ മറുനാടൻ മലയാളി സാജന് പോലും ഞാൻ ലീഗൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ലീഗൽ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന് പറയില്ല, അതൊക്കെ കോമഡിയാണ്. ലീഗൽ നോട്ടീസിൻ്റെ ഒക്കെ കാര്യം ഇവിടെ മരട് അനീഷ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ചെറുതൊന്നുമല്ല. ഓക്കെ, അയാൾ ഇത്ര ചില്ലായിട്ട് എടുക്കാൻ മാത്രമുള്ള സാധനങ്ങളല്ല ഒരു ഹ്യൂമൻ ബീങ്. നോർമൽ എന്നല്ല, ഏതൊരു ഹ്യൂമൻ ബീങ്ങിൻ്റെ ലൈഫിലും സ്ത്രീ, ലഹരി, ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ഇതിങ്ങനെ പറഞ്ഞ് ഭയങ്കര മരട് അനീഷ് പറയുമ്പോൾ തന്നെ തെളിവുകളുണ്ട്, വളരെ കൺവിൻസിംഗ് ആണെന്ന് പറഞ്ഞ രീതിയിൽ പറഞ്ഞു പോകുന്ന ഒരു ഐറ്റം. അതിന് വെറുതെ ഒരു നിയമ നടപടി മാത്രമായിട്ട് ഇങ്ങനെ പിടിക്കുക എന്നുള്ളത് അത് OGയുടെ ആ കാഷ്വൽ അപ്രോച്ച് തന്നെ ഉണ്ടല്ലോ, മനസ്സിലായോ? അതിൽ തന്നെ എന്തൊക്കെയോ മണക്കുന്ന പോലെ അല്ലേ, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ OG സുനിൽ എൻ്റെ അറിവിൽ ഈ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബിനാമി ഇൻവെസ്റ്റ്മെൻറ്റുകളാണോ ചെയ്യുന്നതെന്നുള്ള എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ കുറേ ഹിയർസേസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഈവൻ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കുറേ ആൾക്കാരുടെ ഇടയിൽ തന്നെ ഇയാളുടെ ഫണ്ടുകളുണ്ടെന്ന്. അതുപോലെ ഇപ്പോൾ മരടിൻ്റെ കേസിൽ ഒരു കാര്യം പറയാം, മരട് അനീഷ് അടക്കമുള്ളവർ സ്പാ കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു ഒരു തരം പരിപാടികൾ കുറച്ച് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഇപ്പോഴത്തെ ബിസിനസ്, ഇവരുടെ ബിസിനസ് കേട്ടോ, അതായത് ഈ കാണുന്ന നോർമലല്ല, ഇവർക്ക് കുറേ ബിസിനസ് ഉണ്ട്. ആ ബിസിനസ്സുകളൊക്കെ അതിലൊക്കെ കുറേ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ, സൊസൈറ്റിയുടെ പല ടയറിൽ നിൽക്കുന്ന ആളുകൾ, പൊളിറ്റീഷ്യൻസ് ഉണ്ടാവാം, ഓബിയസ്ലി പൊളിറ്റീഷ്യൻസ് ആൻഡ് പോലീസുകാർ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടയർ ഇപ്പോൾ വരുന്ന ആരാ? ഈ മീഡിയ. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ന്യൂസ് മീഡിയാസ് ആവാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആവാം. പല ടയറിലുള്ള ആളുകളായിട്ടുള്ള ഒരു തരം ഗ്രൂപ്പ് പോലെ, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ പോലെ, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഈ പറഞ്ഞ അധോലോക സെറ്റപ്പിൻ്റെ വളർച്ച, അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഫേസ് ഇങ്ങനെ പോവുകയാണ്. മനസ്സിലായി? അങ്ങനെ പോകുമ്പോൾ ഭയങ്കര കോൺഫിഡൻസാണ്. ഒന്നും എവിടെയും വരാൻ പോകുന്നില്ല, എല്ലാം ഹൈ പ്രൊഫൈൽഡ് ആയിട്ടുള്ള ആളുകൾ എന്ത് പുറത്തു വരും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടോ ഇതിനകത്ത്? അതൊരു ഗുണ്ടാ പിരിവിന്റെ ഭാഗമാണെന്ന് തന്നെ വെച്ചോളൂ. പിരിവ് കൊടുത്തിരുന്നോ? ഇല്ല, ഞാൻ കൊടുക്കില്ല. ഒരു ഗുണ്ടയ്ക്കും പിരിവ് കൊടുക്കൂല. പിരിവ് ചോദിച്ചോ മരട് അനീഷ്? അതെനിക്ക് മാറുള്ളതല്ലേ. പലരും പല പിരിവുകളും പല ഇതും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഗുണ്ടയുടെ ആവശ്യം എനിക്ക് ആരും ശത്രുക്കളില്ലല്ലോ. ഇവര് പറയുമ്പോൾ ഞാൻ ആദ്യമായിരിക്കും പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കും. അല്ല, മരട് അനീഷ് താങ്കളോട് പണം ചോദിക്കുന്നത് എന്തിനാണ്? അല്ല, അതൊരു ബാറ് നടക്കുമ്പം എറണാകുളത്തെ ഒരു ഗുണ്ടകള് എന്തായാലും അവിടെ വരും എന്ന് വെച്ചാൽ എനിക്ക് ലോക്കൽ ബാറുള്ള കാരണം അതൊന്നും ഞങ്ങൾ എന്റർടൈൻ ചെയ്യില്ല. അനീഷ് അതിൽ പറയുന്നുണ്ട്. അനീഷ് താങ്കളെ പറ്റി 5 മാസം മുമ്പ് ഈ പറയുന്ന രീതിയിൽ ഈ ഇന്റർവ്യൂവിൽ വേറൊരു ഇന്റർവ്യൂവിൽ താങ്കളെ പറ്റി പറയുന്നു, അനീഷിനെ പോലീസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടുകൊണ്ട് അത് തിരുത്തി പറയണമെന്ന് ആവശ്യപ്പെടുന്നു. എന്തുകൊണ്ടാണ്? ഇപ്പൊ മരട് അനീഷ് OG സുനിലിനെ പറ്റി ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ പോലീസുകാർ ബന്ധപ്പെട്ട കാര്യം എന്താണ്? എനിക്കറിയില്ല. ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യത്തില് ഒരാളുടെ അടുത്ത് അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ, അതൊരു ഗുണ്ടയെ വെറുതെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ, കമോണിയാ എത്ര ഈസി ആയിട്ട് ഒരു ഗുണ്ടയെ ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യും, കമോണിയാ. ഇതൊക്കെ വെള്ളം തൊടാതെ വിശ്വസിക്കുന്നുണ്ടാവും ചിലപ്പോൾ OG ഫാൻസ്. എനിക്കിതൊന്നും വിശ്വസിക്കാൻ ഭയങ്കര പാടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പാ പോലീസ് ലൂപ്പൊക്കെ നമ്മൾ കുറേ കണ്ടതാണ്. മരടിനെ ഇപ്പം അടുത്ത് പിടിച്ചത് സ്പാൽ ഏതൊരു പെണ്ണിൻ്റെ അടുത്ത് പോയി എന്തോ പൂച്ചാണ്ടി കാണിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പിടിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിനകത്ത് ഈ OG പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഗുണ്ടാപ്പിരിവ്. ഇയാളെ ഒരു ഗുണ്ടാ സെറ്റപ്പ്, വേറൊരു ഗുണ്ട ഒന്ന് ഗുണ്ടാപ്പിരിവ് ചോദിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഇന്നർ ധ്വനി, ആണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വർഷങ്ങളായിട്ട് ആ കളത്ത് കടന്ന് കളിക്കുന്ന ഒരാൾ. ഓക്കെ, അയാളെ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഈ പറഞ്ഞ പബ്ബും ബാറും അതും ഇതും പരിപാടികളൊക്കെ.
ഇവരെന്നെ ഒരു ടൈമിൽ തീറ്റി പോറ്റി വളർത്തുന്നതാണ് ഈ പറഞ്ഞ സോക്കോളിൽ ഗുണ്ടകളെ. ചില ഗുണ്ടകൾ പുറത്തു പോവും, ചില ഗുണ്ടകൾ അകത്ത് തന്നെ കാലാകാലം കിടക്കും. അപ്പോൾ ഈ ഗുണ്ട അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റൈവററി പരിപാടികൾ, ഇങ്ങനത്തെ സീനുകളൊക്കെ കണ്ടും കേട്ടിട്ടാവും അവരുടെ യൂണിവേഴ്സ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ ഒരു സിനിമാ കഥ പോലെയോ അല്ലെങ്കിൽ ചുമ്മാ ഒരു കഥ പോലെയൊക്കെ ആവും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇവരൊക്കെ എന്താ പറയുക, ഇത് ഒന്നുമില്ലാതെ, ഞാൻ എപ്പോഴും ചിന്തിച്ചു, ഒന്നുമില്ലാതെ പാരഡൈസ് വന്നിട്ട് എങ്ങനെ ഇവനെ മാത്രം പറയുന്നത്? അല്ലെങ്കിൽ ഈ ഒരു ഗുണ്ടാപ്പിരിവ് കൊടുക്കാത്തതുകൊണ്ട് മാത്രമുള്ളൊരു ദേഷ്യത്തിന് മുകളിൽ മരടനീഷ് ഇരുന്നിട്ട് ഓജീനെ പറയാം. അങ്ങനെയാണെങ്കിൽ ഗുണ്ടാപ്പിരിവ് കൊടുക്കാത്ത ഇഷ്ടംപോലെ ആൾക്കാർ മരടനീഷിൻ്റെ ലിസ്റ്റിലുണ്ടാവുമല്ലോ. അവരെ കുറിച്ചൊക്കെ പറയട്ടെ, ഈ പെണ്ണും ലഹരി ആരോപണം അതൊക്കെ പറയുന്നില്ലല്ലോ മരട്. അപ്പോൾ ഇവരൊക്കെ തമ്മിലുള്ള ഡീലുകൾ പലതും പൊട്ടിപ്പോയിട്ടുണ്ട്, മനസ്സിലായോ? അതിൻ്റെയൊക്കെ ഒരു സാധനത്തിൻ്റെ മുകളിലാണ് ഇതൊക്കെ വിളിച്ച് പറയുന്നത്, അവരെ യൂണിവേഴ്സിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പം അങ്ങനെയേ ഇല്ല. ഓജീൻ്റെ ധൈര്യം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു കേസില്ല. ആരോപണം കൊണ്ടുവന്നിട്ട് എന്ത് കാര്യം? ആരോപണം ആർക്കും വേണമെങ്കിൽ ആരോപിക്കാമല്ലോ. കേസായിട്ട് വാ, അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും പിടിക്കുക, അല്ലെങ്കിൽ തെളിയിക്കുക എന്ന മൂടായി ആക്ക്. കൊച്ചിയിലെ നമ്പർ 18 എന്നു പേരുള്ള ഹോട്ടലിൽ നിന്ന് അന്ന് രാത്രിയിൽ 2 മോഡലുകളുടെ ജീവനെടുത്ത കേസ്. അവിടുന്ന് ലഹരി മാഫിയ അവരെ പിന്തുടർന്ന് എറണാകുളത്ത് തന്നെ. ജോജി, ഇത് ഇപ്പോഴൊന്നുമല്ല, ഇത് കുറെ വർഷങ്ങൾക്ക് മുന്നാണ്. ബൈജു കൊട്ടരക്കട കുറെ വർഷങ്ങൾക്ക് മുന്നെയാണ്. 2 years back. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഇതിപ്പോഴേ ഞാൻ കാണുന്നത്. ഈ വെടിവെപ്പ് എന്ന് പറഞ്ഞാൽ 2 കൊല്ലം മുമ്പാണ്. മലയാളം വെടിവെപ്പ് എന്തായിരുന്നു? എന്റെ ഹോട്ടലിൽ നടന്ന അതേ രസം. അത് ഭയങ്കര രസമുള്ളൂ. ലൈസൻസ് ഉള്ള ഒരു തോക്കില് ഒരു തോക്കായിട്ട് ഒരു പുള്ളി ലോയറാന്നാണ് അവിടെ വന്നിരിക്കുന്നു. അപ്പൊ എന്റെ സ്റ്റാഫ് ചോദിക്കുന്നു, എന്താണ് സാറേ തോക്ക്, ഇത് പൊട്ടത്തോക്കാണോന്ന് ചോദിച്ചു. പുള്ളി അത് പൊട്ടത്തോക്കല്ല എന്ന് പറഞ്ഞിട്ട് വെടിവെച്ച് കാണിച്ചു കൊടുക്കുന്നു. ഇതാണ് കഥ. ഞാൻ വൈകുന്നേരം വീട്ടിലുള്ളപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ മാനേജർ പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ പറഞ്ഞു നേരെ പോയി കംപ്ലൈന്റ് ചെയ്യാൻ പറഞ്ഞു. 3 മണിക്കൂർ എടുത്തു. നേരെ പോയി കംപ്ലൈന്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ആരും ഇത് ഇങ്ങനെ എടുത്തില്ല. ഇയാള് ആരെയും വെടിവെച്ചാലോ ഒന്നുമല്ല, ഇത് ഒറിജിനൽ തോക്കാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അയാൾ വെടിവെക്കുക ചെയ്തേ. അല്ല, പക്ഷേ മനസ്സിലായല്ലോ. അന്നുണ്ടായ ആരോപണം അത് വെടിവെപ്പ് ഉണ്ടായി, അതിനുശേഷം 3 മണിക്കൂർ എടുത്തു അത് സംതിങ് കവറപ്പ് എന്നുള്ള ആരോപണം. എല്ലാത്തിനും ഉണ്ടാവുമല്ലോ, എല്ലാത്തിനും. ഞാൻ ഫാക്റ്റാ പറയണേ, എല്ലാത്തിനും എന്ത് കവറപ്പ് ചെയ്യാണ്. സോ അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുന്നു. അത് അപ്പൊ തന്നെ രാത്രി തന്നെ തോക്ക് സാറേണ്ടി പുള്ളിയും പറഞ്ഞു ഇതാണ് ഉണ്ടായെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അതെന്താണെന്ന് മനസ്സിലാക്കണ്ടേ? തീർച്ചയായിട്ടും അത് ഡിലേ വന്നു, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടായി, ഇതുണ്ടാവും. അങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ സ്ഥാപനത്തിൽ ഒരു അൺടോൾഡ് ഇൻസിഡന്റ് ഉണ്ടായാലും ഒരു വെടിവെപ്പ് ഉണ്ടായാലും അപ്പൊ പോലീസ് അറിയിക്കാന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതൊരു നേരെയുള്ള ഒരു വെടിവെപ്പാണ്. ഇത് താങ്കളുടെ സ്ഥാപനത്തിൽ ഒരാൾ തോക്കുമായി വന്ന് വെടിയുതിർത്തു, സത്യമാണോ? അതെ. അപ്പൊ തന്നെ പോലീസിനെ അറിയിക്കണോ? അവിടെയാണ് അത് അത്രയ്ക്ക് ലൈറ്റ് ആയിട്ടാണ് സ്റ്റാഫ് എടുത്തത്. സ്റ്റാഫ് എന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ ഇമ്മീഡിയറ്റ് അല്ലാതെ താങ്കളുടെ സ്ഥാപനം നിരന്തരം അങ്ങനെ വെടിവെക്കുകയാണെങ്കിൽ താങ്കൾക്ക് സാധാരണമായി കാണാം. അങ്ങനെ ഉണ്ടാവാത്തൊരു ഒരാൾ വന്ന് വെടിയുതിർത്ത് അറ്റ് ദ വെരി സെയിം സെക്കൻഡ് പോലീസ് അറിയിക്കേണ്ടത് പോലും 3 hours വെയിറ്റ് ചെയ്തെങ്കിൽ സംതിങ് ടു ഹൈഡ്. അത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം അശ്വിനി, അത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ബിക്കോസ് എനിക്കത് ജെന്യുവിൻ ആണ്. ദാറ്റ് ഈസ്, എനിക്ക് അതിനകത്ത് ഹൈഡ് ചെയ്യാനൊന്നുമില്ല. അത് സ്റ്റാഫ് വന്ന് പറഞ്ഞു, അപ്പൊ തന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ വളരെ ലൈറ്റായിട്ട് തന്നെ പോലീസ് എടുത്തത്. വളരെ ലൈറ്റായിട്ട് പോലീസുകാരെടുത്തു. ഇവിടെ ഒരു കളിത്തോക്ക് മേടിച്ചിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ കാണിച്ചാലടക്കം വിളിച്ചു ചോദിക്കുന്ന പോലീസ് സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. ഒരു റീലിൽ നമ്മൾ ചുമ്മാ ഒരു തോക്ക് പൊക്കി കാണിച്ചാൽ അപ്പം സ്റ്റേഷനിൽ നിന്ന് അടുത്തുനിന്ന് കോള് വരും. മനസ്സിലായില്ലേ? അവർ തൻ്റെ ബാറിൽ 2 കൊല്ലം മുന്നേ ഇതെന്താ വെട്ടം സിനിമേൻ്റെ ക്ലൈമാക്സിന് മറ്റേതുണ്ടല്ലോ, ഇതൊന്ന് കാണണോ ഇതിൻ്റെ പവറേ, ഇത് മറ്റേ പൂരപ്പറമ്പെന്ന് വാങ്ങുന്ന കളിത്തോക്കല്ല എന്ന് പറഞ്ഞിട്ട് ഇന്നസെൻ്റ് വെടിവെച്ചാൽ അതിന് കയറി വന്ന് വെടിവെച്ചതാ. എന്താണ് ഓജി? ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. മനസ്സിലായോ? പിന്നെ പോലീസ് സിസ്റ്റം അനീഷ് പറഞ്ഞ നേരത്തെ സാധനത്തേക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് വിടാം. OG സുനിലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് സംസാരിക്കാൻ പാടില്ല എന്നും വീഡിയോ പുൾ ഡൗൺ ചെയ്യണം അല്ലെങ്കിൽ പറയരുത് എന്നുള്ള ഭീഷണിയൊക്കെ പോലീസുകാരുടെ അടുത്ത് നിന്ന് വരണമെന്നുണ്ടെങ്കിൽ ചില ബന്ധങ്ങളുണ്ട് ഇതിനകത്ത്. മനസ്സിലായോ? ആ ബന്ധങ്ങളൊക്കെ ചിലതൊക്കെ ചുറ്റിപ്പണഞ്ഞ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നിയമത്തിന് പോലും കൈയിട്ട് പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഐറ്റങ്ങളൊക്കെയാണ്. അങ്ങനെയാണ് ചില വിഷയങ്ങൾ. ഞാൻ എന്താ പറയുക, എനിക്കൊക്കെ ഹിയർസയാണ്. ഓക്കെ, ഐ ഡോണ്ട് ഹാവ് എ സ്ട്രൈറ്റ് എക്സ്പീരിയൻസ് ഓർ എൻ്റെ വേറെ പ്രൂഫുകളില്ല. ഈവൻ ഈ 24-ൻ്റെ ഈ ഒരു പരിപാടി കണ്ടാൽ തന്നെ അറിയാം, ഹാഷിമിക്ക് മിക്കവാറും പ്രൂഫുകൾ വെച്ചിട്ടാണ് അധികം സംസാരിക്കാറ്. പക്ഷേ OGൻ്റെ കേസിൽ പ്രൂഫുകളില്ല.
മനസ്സിലായില്ല, കുറേ ഹിയർസേസ് ആണ്. ഹിയർസേസും പിന്നെ ഈ പറഞ്ഞ പോലെ ഓജിയായിട്ട് എന്തെങ്കിലും ഇട്ട് തന്നാലുള്ളൂ. ഓജി ഇട്ട് തരൂല. ഓജിനോട് പോയിട്ട് നീ ദുഷ്ടനല്ലടാ, അതെ ഞാൻ ദുഷ്ടനാണ്, പിന്നെ എന്ത് ചോദിക്കാനാണോ അവനോട്? അങ്ങനെ പോയിട്ട് നീ ഒരു ചെറ്റയല്ലേ, ആ ഞാൻ ചെറ്റയാ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞല്ലോ, പിന്നൊന്നും ചോദിക്കാല്ല. അതാണ് ഓജീൻ്റെ ലൈൻ. മനസ്സിലായോ? നീ കള്ളുപിടിക്കുമോ, ഞാൻ കള്ളുപിടിക്കും. നീ പെണ്ണുപിടിക്കുമോ, ഞാൻ പെണ്ണുപിടിക്കും. നീ കഞ്ചാവ് അടിക്കുമോ, ഞാൻ കഞ്ചാവ് അടിച്ചു എന്ന് വരും. എന്ത് ഇങ്ങനെ തിരിച്ച് റിപ്ലൈ പറയുന്ന ഒരാളെ എങ്ങനെ എന്ത് പോയി പറയും, എന്ത് പോയി ചോദിക്കും അവരോട്? അത് ഭയങ്കര കണ്ണിങ് ഐറ്റമാണത്. പഞ്ചനക്ഷത്ര ഹോട്ടലിൽ DJ പാർട്ടിക്കായി ഹാൾ ബുക്ക് ചെയ്തത് മിഥുനാണ്. മിഥുന് ഹാഷിഷും കഞ്ചാവും നൽകിയവരെ കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. 4 വർഷം മുൻപ് തട്ടേക്കാട് DJ പാർട്ടിക്കിടെ ആലുവ സ്വദേശി നവീൻ മുങ്ങി മരിച്ച സംഭവത്തിൽ മിഥുനെ പോലീസ് മുമ്പ് ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ പാർട്ടി സംഘടിപ്പിച്ചത് കൊച്ചിയിലെ ഹോട്ടൽ ഉടമയും പ്രമുഖ നിർമ്മാതാവുമായ വ്യക്തിയായിരുന്നു. മിഥുന് ലഹരി മരുന്ന് കിട്ടിയ സംഭവത്തിൽ ഈ വ്യക്തിയുടെ പങ്കും അന്വേഷിക്കുന്നുണ്ട്. 100% false news. പത്രത്തിൽ 100% false news. 101% false news. ഞാൻ ഈ വാർത്ത വായിച്ചതേ ഉള്ളൂ. താങ്കളാണെന്ന് ഞാൻ പറഞ്ഞു പോലുമില്ല. അപ്പൊ താങ്കൾ പറയാൻ ഇത് വന്നിരുന്നു. പിന്നെ ഇത് എന്നെ അന്വേഷിച്ച് വന്ന ഇതാണ്. എന്താ കാര്യം വെച്ചാൽ നമ്മളെല്ലാ പാർട്ടിക്കും പോകാറുണ്ടായിരുന്നു. ഓക്കെ, തട്ടേക്കാട് പാർട്ടിക്ക് പോയിരുന്നു. ആള് മുങ്ങി മരിച്ചപ്പോൾ ഞാൻ കൂടെ ഉണ്ട്. അപ്പൊ ഡയറക്റ്റ് എന്റെ അടുത്തേക്ക് വരിക ചെയ്ത മുങ്ങി മരിച്ചത് എന്റെ ഏറ്റവും അടുത്ത എന്നെ അപ്പാന്നാ വിളിക്കണ DJ. ആ DJ ഒന്നുമല്ല, നവീനും അല്ല, പേര് പോലും തെറ്റാണ്. അതാണ് നദീം എന്നാണ് പേര്. നദീമിന്റെ ചേട്ടൻ ഇപ്പോഴും എന്റെ ഒപ്പം ഉണ്ട്. ആലുവ സ്വദേശിയാണോ? ആലുവ സ്വദേശി. നദീം എന്റെ അപ്പാന്നാ വിളിക്കണേ, ഒയ്യപ്പാന്ന് വിളിക്കണേ. അത്ര വേണ്ടപ്പെട്ട ഒരു പയ്യനായിരുന്നു. താങ്കൾ സംഘടിപ്പിച്ച പാർട്ടിയായിരുന്നു അത്? അല്ല, അതിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. ആ പുള്ളി പാവം. ഞാനും പുള്ളിയും കൂടി ഇവരെ രക്ഷിക്കാനായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയത്. പുള്ളിയെ സസ്പെൻഡ് ചെയ്തു. അത് തന്നെ, ആ പാർട്ടിക്ക് ഇവരൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിയെ സസ്പെൻഡ് ചെയ്തു. പുള്ളി ഇനി ജീവിതത്തില് ആരെങ്കിലും മുങ്ങി താഴ്ന്ന കണ്ടാൽ പോലും രക്ഷയോടെ വരില്ല. വെരി സെയിം ഉദ്യോഗസ്ഥൻ തമ്മനം ഷാജിയുടെ പാർട്ടികളിൽ പോവുകയും ഓടി രക്ഷപ്പെടുകയും ചെയ്ത സംഭവം പിന്നെ സസ്പെൻഷൻ ഉണ്ടായിട്ടുണ്ട്. ശരി, ആ സംഭവം മാത്രമല്ല, ഓക്കെ, തട്ടക്കടി സോക്കോൾ സംഭവത്തിൽ താങ്കൾക്കെതിരെ അന്വേഷണം ഉണ്ടായിട്ടുണ്ട്. അന്വേഷണം ഉണ്ടായിട്ടില്ല. അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അന്വേഷിക്കേണ്ട കാര്യമില്ല. ഓജി അപ്പ, താങ്കളെ ഹൃദയപൂർവ്വം വിളിക്കുന്ന താങ്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു DJ മുങ്ങി മരിച്ച സംഭവത്തിൽ താങ്കളല്ല അത് സംഘടിപ്പിച്ചത്. പിന്നെ നിങ്ങൾ അവിടെ വരുന്നത് എങ്ങനെയാണ്? താങ്കളും നദീമും ഒക്കെ എങ്ങനെയാണ് ഒരേ സ്ഥലത്ത് ഒരേ സമയം വരുന്നത്? ഒന്നിച്ച് പാർട്ടിക്ക് പോയതല്ലേ. അത് ആര് സംഘടിപ്പിച്ച പാർട്ടിയായിരുന്നു അത്? അത് എൻ്റെ മോനെ, ഈ വിഷയം ഇതിനു മുമ്പും എൻ്റെ കാസ്റ്റ് വീഡിയോ ചെയ്തപ്പോഴും ഞാനിതിന് മുന്നേ വീഡിയോ ചെയ്തപ്പോഴൊക്കെ ഈ വിഷയം വന്നിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനൊക്കെ ഒരു കണക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? പോലീസുകാർ, പോലീസ് ഓഫീസർ, അത് ഇഫ് സംവൺ ഈസ് ദെയർ ടു പ്രൊട്ടക്റ്റ് യു, അതൊരു പോലീസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ കുറച്ച് പോലീസുകാരാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ എന്ത് ചെറ്റത്തിൽ ഒരാൾക്ക് കളിക്കാം. സീരിയസ് ആയിട്ട് പറയാം, നിങ്ങൾക്ക് നല്ല സ്ട്രോങ് പോലീസ് ബന്ധങ്ങളുണ്ട്. ഞാൻ രാഷ്ട്രീയക്കാരെ ബന്ധമൊന്നും കൂടിയല്ല കേട്ടോ പറയുന്നത്, പോലീസുകാർ. ഇപ്പോൾ ഒരു മിനിസ്റ്റർ ബന്ധം ഉണ്ടായിട്ടും കാര്യമില്ല. ഇഫ് യു ഹാവ് എ 4-5 പോലീസുകാർ ഇൻ യുവർ പോക്കറ്റ്, കളിക്കാം, നിങ്ങൾക്ക് കളിക്കാം. സീരിയസ് ആയിട്ട് പറയുകയാണ്. ഓജീൻ്റെ സീൻ അതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇയാളുടെ പാസ്റ്റ് നോക്കിയാലും പ്രസൻറ്റ് നോക്കിയാലും ഈ പോലീസിന് പ്രസൻസ് ഭയങ്കര. അപ്പോൾ ഇയാൾ എങ്ങനെ പോലീസുകാരെ കയ്യിലെടുക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് പോലീസുകാരായിട്ടുള്ള ഡീലിംഗ് എന്നുള്ളതൊക്കെ ഹൂ നോസ്. ഒരു ബിസിനസ്സുകാരൻ, ഒരു രാഷ്ട്രീയക്കാരൻ ബിസിനസ്സുകാരനാകുമ്പോൾ പഴയ രാഷ്ട്രീയ ബന്ധങ്ങൾ ബിസിനസ് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ബിസിനസ്സിൽ എന്തായാലും എല്ലാവരും രാഷ്ട്രീയക്കാരെല്ലാവരും ഒരേ ഇതിലേ നോക്കത്തുള്ളൂ. അത് CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ഒറ്റ ഇതിലേ നോക്കത്തുള്ളൂ. അല്ലെ, കടുത്ത BJP-കാരനായിരുന്നു ഒരു കാലത്ത്. ഞാൻ ഒരു കാലത്ത് പക്ക BJP-കാരനായിരുന്നു. പക്ക BJP-കാരനാണെന്ന് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് BJP-യുടെ മുഖപത്രം എന്ന്, നേർക്കുനേർ മുഖപത്രം അല്ലെങ്കിൽ കൂടി ജന്മഭൂമി എന്ന് പറയുന്ന പത്രത്തിന്റെ വളരെ അടുത്ത ബന്ധം താങ്കൾക്കുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. എന്തായിരുന്നു അത്? ഞാൻ ജന്മഭൂമി പത്രത്തിന്റെ ഡയറക്ടറായിരുന്നു. 10 വർഷത്തോളം ജന്മഭൂമിയുടെ ഡയറക്ടറായിരുന്നു. ഒരു മാധ്യമ ബന്ധമുണ്ട്, വളരെ ഡീപ്പായിട്ടുള്ള മാധ്യമ ബന്ധങ്ങളുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ 24 തുടങ്ങുന്നതിന് മുമ്പ് പോലും ഉള്ള വളരെ അടുത്ത പ്രസ് ക്ലബിലെ വളരെ അടുത്ത ഒരു ബന്ധങ്ങൾ, എനിക്ക് അവരായിട്ടുള്ള ബന്ധങ്ങൾ ഇപ്പോഴും ഉണ്ട്. പേഴ്സണൽ ബന്ധങ്ങളാണ് അതെല്ലാം. ജന്മഭൂമി പത്രത്തിന്റെ ഡയറക്ടർ എന്ന് പറയുമ്പോൾ അടുത്ത അത്രയധികം പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ പദവിയിലേക്ക് വരൂ. പൊളിറ്റിക്കൽ അഫിലിയേഷൻ അതിൽ ക്യാഷ് ഇല്ലല്ലോ. ജന്മഭൂമി പത്രത്തിന് അവിടെ ക്യാഷ്. ജന്മഭൂമി പത്രം നഷ്ടത്തിൽ ഓടുന്ന ഒരു പത്രമല്ലേ. താങ്കൾ ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഡൽഹിയിൽ അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന അനന്ത്കുമാർ എന്ന കേന്ദ്രമന്ത്രിയുമായി താങ്കൾക്ക് അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എന്ന് താങ്കളെ അടുത്തറിയാവുന്ന ഒരാൾ പറഞ്ഞു. ഞങ്ങൾ ABVP-യിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്ന അനന്ത്കുമാർ, അല്ലെന്നുണ്ടെങ്കിൽ പീയൂഷ് ഗോയലിന്റെ ഫാദർ
പുള്ളിയാണ് BJPയുടെ ഫൗണ്ടർ മെമ്പറാണ്, വേദപ്രകാശ് ഗോയൽജി. അവരൊക്കെ ആയിട്ട് എനിക്ക് വളരെ 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 ഡെപ്ത് ഉള്ള ബന്ധങ്ങളായിരുന്നു ഇപ്പോഴും ഉണ്ട്. ഉണ്ടായിരുന്നത്. പുള്ളി മരിച്ചുപോയി. അല്ല, ഞാൻ പറഞ്ഞത് രണ്ടുപേരും മരിച്ചു. അതിന്റെ രാഷ്ട്രീയ ബന്ധത്തിൽ തുടർച്ച ഓഫ് കോഴ്സ് ഉണ്ടാവുമല്ലോ, അത്രയും ലോങ് ബന്ധമാകുമ്പോൾ. ഞാന് അതൊക്കെ ആ സമയത്ത് ആവശ്യം ഉണ്ടായിരുന്നു, ആ സമയത്ത് എന്റെ ബിസിനസ്. ഇപ്പൊ എനിക്ക് നത്തിങ്. നമ്മൾ അങ്ങനത്തെ ഒരു, ഞാൻ പറഞ്ഞ ആ സമയത്തെ ബിസിനസിന് വേണ്ടി ആ രാഷ്ട്രീയ ബന്ധങ്ങൾ താങ്കൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ എനിക്ക് സൈബർ സെക്യൂരിറ്റി അല്ലെന്ന് ഞാൻ ജന്മഭൂമി പത്രത്തിന്റെ ഓക്കെ. ഇനി ഇയാളുടെ രാഷ്ട്രീയം, ഇയാൾക്ക് പാസ്റ്റിൽ സ്ട്രോങ് RSS സംഘപരിവാർ BJP രാഷ്ട്രീയത്തിൻ്റെ സ്ട്രോങ് ബെൽറ്റ് ഉണ്ട് എന്നുള്ളത് ഇയാളതിനെ ഇപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കലും തിങ്ക് ചെയ്യുന്നില്ല ഇയാൾ പെട്ടെന്ന് ഇങ്ങനെ ഒരൊറ്റ നേരം കൊണ്ട് ബിസിനസ്സൊക്കെ പൊട്ടി 1000 പോലും അല്ലെങ്കിൽ 100 രൂപ പോലും കയ്യിലെടുക്കാനില്ലാതായ ഒരു സമയത്ത് ഇയാളുടെ ഒപ്പം ഇയാളുടെ ബന്ധങ്ങളും രാഷ്ട്രീയമൊക്കെ ഒലിച്ചു പോയി എന്നുള്ളത്. ആ ഒരു കഥ തന്നെ എനിക്ക് അത്ര കൺവിൻസിങ് അല്ല. ഇവിടെ നിന്ന് റിച്ച് ആയിട്ടുള്ള ആൾ പൊട്ടി പൊളിഞ്ഞ് ഇവിടെ എത്തി, പിന്നെ ഇവിടുന്ന് ഫിനിക്സ് പക്ഷിയെ പോലെ കയറി വന്നു. എനിക്കെപ്പോഴും ഈ സാധനം എടുക്കാനുള്ള എൻ്റെ ഒരു ലൈൻ എന്താ അറിയുമോ, ഇങ്ങനെ കിങ്ങായി നിന്ന ഒരാൾക്ക് മനസ്സിലായി ഇത് വള്ളി വരുന്നുള്ളപ്പോൾ അയാൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞതുകൊണ്ട് അയാളൊന്ന് സെറ്റിൽ ഡൗൺ ആയി, സോട്ട് ഡൗൺ ആയി, ഒന്ന് ഇങ്ങനെ സൈലൻറ്റ് മോഡിൽ പോയി കുറച്ചു കാലം ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് പിന്നെ ഒരു സാധനം അയാളത് പൊന്തി വന്നതാണ് ഈ സോഷ്യൽ മീഡിയ ഫേസ്. കണക്ഷൻസൊക്കെ അവിടെ തന്നെ കാണൂടെ. ഇപ്പോൾ ഇത്രയും സ്ട്രോങ് BJP ബെൽറ്റ്, സംഘം ABVP അതും RSS ഒക്കെ ഉള്ള ഒരാൾ, ഓക്കെ, അങ്ങനെയുള്ളൊരു അവരുടെ ന്യൂസ് പേപ്പറിൻ്റെ മൗത്ത് പീസ് ആയിട്ടിരുന്ന ഒരു മനുഷ്യൻ, ഇയാൾക്ക് ഇപ്പോഴും ഈ ബന്ധങ്ങളില്ലാതെ എനിക്ക് തോന്നുന്നുണ്ടോ? ഇയാൾ അൺടച്ചബിൾ ആവുന്നതന്നെ എനിക്ക് തോന്നി ഇങ്ങനത്തെ റിലേഷൻസും സ്റ്റിൽ ആ ഒരു പാർട്ടി ബാക്ക്ഗ്രൗണ്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. RSSുമായി വളരെ അടുത്ത ബന്ധം ആ കാലഘട്ടത്തിൽ സംഘപ്രവർത്തകനായിരുന്നു കുറെ നാള്. ഹാർഡ് കോർ അടിയുറച്ച സംഘപ്രവർത്തനായിരുന്നു. ഒരു മേ ബി ഒരു 10 കൊല്ലം 80s ഒക്കെ പറയുമ്പോൾ കേരളത്തിൽ RSS അത്രത്തോളം വ്യാപകമല്ലാതിരുന്ന ഒരു കാലത്ത് ശാഖയിൽ പോയി പ്രവർത്തിച്ച അടുത്ത സംഘപ്രവർത്തനായിരുന്നു. അതെ. ഈ പനങ്ങാട് താങ്കളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടി 6.5 കോടിക്ക് RSS വാങ്ങി എന്ന് പറയുന്നത് സത്യമാണോ? ഞാൻ RSSന് പ്രോപ്പർട്ടി ഒന്നും കൊടുത്തിട്ടില്ല. താങ്കളുടെ പിതാവിന്റെ സ്കൂള് വാങ്ങിച്ചേക്കുന്നത് മറ്റേ RSSന്റെ വേറൊരു സംഘടനയാണ്. അങ്ങനെയാണല്ലോ RSSന്റെ വേറൊരു സംഘടനയാണ്. ഡയറക്റ്റ് അങ്ങനെ പ്രോപ്പർട്ടി വാങ്ങില്ല, അത്തരം പ്രോക്സികളാണല്ലോ ഉണ്ടാവുക. 102 കൊല്ലം പഴക്കമുള്ള എന്റെ സ്കൂള്, എന്റെ അച്ഛൻ തുടങ്ങിയ സ്കൂള്, അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ നോക്കുന്നു. അത് നമുക്ക് നോക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് വന്നപ്പം അമ്മ ഒരു പക്ക ഹിന്ദു അങ്ങനെ ഫോളോ ചെയ്ത് വരുന്ന ഒരു ലേഡിയാണ്. അപ്പൊ അമ്മയുടെ ഇഷ്ടപ്രകാരം ആ സ്കൂൾ അമ്മ അവർക്ക് കൊടുക്കുക ചെയ്ത്. ഒരു പക്ഷേ അനീഷ് പറയുന്ന ഈ ED സെറ്റിൽമെന്റ് ആരോപണത്തിന് പിന്നിൽ താങ്കളുടെ പൂർവ്വകാല രാഷ്ട്രീയം BJP RSS അതിന്റെ ഹൈ ലെവൽ ടോപ്പ് റാങ്ക് ആൾക്കാരുള്ള അടുത്ത ആത്മബന്ധം ഒക്കെ ഒരു കാരണമാവുന്നുണ്ടാവുമോ ഓജി? ഇല്ല, ഞാൻ പൊളിറ്റിക്സിൽ ഇല്ല ഇപ്പം. ഐ എം നോട്ട് ഇൻ പൊളിറ്റിക്സ് നൗ. എല്ലാവരായിട്ടും നല്ല ബന്ധവും എല്ലാം, കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും എല്ലാവരായിട്ടും നല്ലൊരു ബന്ധം വച്ചു പോകുന്ന ഒരാളാണ് ഞാൻ. അല്ലാണ്ട് there is absolutely no politics now. ആബ്സല്യൂട്ട്ലി നോ പൊളിറ്റിക്സ് നോ. എന്തിനപ്പോൾ പൊളിറ്റിക്സിൻ്റെ ആവശ്യമില്ലല്ലോ, പോലീസുകാർ കയ്യിലുള്ളപ്പോൾ എന്ത് പൊളിറ്റിക്സ് അറിയും? അതാണ് ഞാൻ ചിന്തിക്കുന്നത്. പിന്നെ ഇത്രയൊക്കെ പവർഫുൾ പൊളിറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തി, അതായത് അയാളെ പ്രൈം ഫേസിൽ അയാൾ ഭയങ്കരമായിട്ട് പൊളിറ്റിക്സ് എടുത്ത് വെച്ച് കൊണ്ട് നടന്ന് അതിൽ ബന്ധങ്ങൾ ഉണ്ടാക്കിയ ഒരാൾ, ഓക്കെ. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഇപ്പോൾ പെട്ടെന്ന് ഇനിയിപ്പോൾ അങ്ങനത്തെ പൊളിറ്റിക്സിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് മാറിപ്പോന്നാലും സ്റ്റിൽ ഹി ഹാവ് ദാറ്റ് ലിങ്ക് ഓഫ് ദ ലിങ്കില്ലേ, ഉണ്ടാവില്ലേ? ഉണ്ട്, ഓക്കെ. അത് അയാളെ സേഫ് ഗാർഡ് ചെയ്യുന്നുണ്ടോ? പല വിഷയങ്ങളും അതാണോ ഇയാളെ സേഫ് സോണാക്കി നിർത്തുന്നത്? പോലീസ് ബന്ധങ്ങൾ, ഈ പഴയ രാഷ്ട്രീയ ബന്ധങ്ങൾ. കേരളത്തിലല്ലേ BJP ഇല്ലാത്തുള്ളൂ, സെൻട്രലുണ്ടല്ലോ. ഈ മരടനീഷ് പറഞ്ഞ ED സെറ്റിൽമെൻറ്റ്സിൻ്റെ കഥ, അതിൽ മരടനീഷ് കൃത്യമായി വ്യക്തികളുടെ പേര് പറയുന്നുണ്ട്, ഇയാൾ കാശ് മേടിച്ച എമൗണ്ട് പറയുന്നുണ്ട്. എല്ലാം കൂടിയും കണക്ട് ചെയ്ത് നോക്കുമ്പോൾ പഴയ മറ്റേ കുചേലൻ കൃഷ്ണനെ കാണാൻ പോയ പോലത്തെ സാധനം. മോദിക്ക് ടാറ്റ കാണിച്ച് പോകുന്നു എന്നാണ് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പഴയ ബന്ധങ്ങളൊക്കെ പുതുക്കി വീണ്ടും പോവാമല്ലോ, എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഒരാളെ ഹെൽപ്പ് ചെയ്യാനാന്ന് പറഞ്ഞിട്ടും. മീഡിയേറ്റർ മിഡിൽമാൻ പരിപാടികൾ. കൊക്കക്കോളയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ഓജീസിലാണോ? അതെ, ഞാനോ? അത് കൊക്കക്കോള എൻ്റെ പ്രസിഡന്റിനെ കണ്ട് നമ്മൾ കേരളത്തിലേക്ക് നമ്മൾ ഫാക്ടറി ഇടാനും ഒരു 44 acres നമ്മൾ പാലക്കാട് നമ്മൾ ഫാക്ടറി ഇട്ട് നമ്മളത് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്ത്
അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കംപ്ലീറ്റ് കേരളത്തിൽ ചെയ്ത് അത് ഭയങ്കര വോളിയായപ്പം നമ്മൾ ജഹാംഗീർ നെസ്റ്റിൻ്റെ ജഹാംഗീറിന് ഒരു ഏരിയ ജഹാംഗീറിന് കൊടുത്ത് അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്തത്. 42 ഏക്കർ ഞാൻ വാങ്ങിച്ചു, എന്നിട്ട് ഞാൻ കൊക്കക്കോളയ്ക്ക് ഫാക്ടറി ഇട്ടിട്ട് കൊടുക്കുക ചെയ്തത്. പ്ലാച്ചിമടയിൽ പിന്നെ കണ്ടത് വർഷങ്ങളുടെ സമരങ്ങൾ നമ്മൾ കണ്ടു. പ്ലാച്ചിമട നിവാസികളുടെ ദുരിതങ്ങളുടെ പർവ്വതങ്ങൾ നമ്മൾ കണ്ടു. അവിടെ കുടിവെള്ളം മുട്ടുന്നത് നമ്മൾ കണ്ടു. അതെ. അപ്പൊ ആ ദുരിത പർവ്വതത്തിന്റെ കാരണക്കാരൻ താങ്കളാണ്, ഓജിയാണ്. ഒരു ഇൻഡസ്ട്രി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ ആ ഇൻഡസ്ട്രി എന്താ പറയണേ, നല്ലതിന് വേണ്ടിയാ കൊണ്ടുവരണേ. മനസ്സിലായല്ലോ? ഒരു ഇൻഡസ്ട്രിയും ഒരു ചീത്ത കാര്യത്തിന് വേണ്ടിയല്ല അവിടെ കൊണ്ടുവരണേ. വൈ ഓൾ ദ പ്ലേസസ് ഉള്ളപ്പോഴും ഈ പ്ലാച്ചിമട തന്നെ, കാരണം അവിടെ അല്ലെങ്കിൽ തന്നെ ജലക്ഷാമം ഭീകരമായിട്ട് അനുഭവിക്കുന്ന ഒരു ജനത ജീവിക്കുന്ന സ്ഥലമാണ്. അവിടെ ഈ വെള്ളത്തിന്റെ ഉപയോഗം ഒരുപാട് വേണ്ട ഒരു ആക്ടിവിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പോ ഇപ്പൊ തിരിഞ്ഞാലോചിക്കുമ്പോ ഡു യു റിപ്പന്റ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ? നോ, ഐ ഡോണ്ട്. ബിക്കോസ് എനിക്കത് ബിസിനസ്സാണ്. അവിടെ വെള്ളം ഉണ്ടോ ഇല്ല എന്നുള്ളത് എന്റെ പ്രശ്നമല്ല. പ്ലാച്ചിമടയെ പറ്റി ഇതൊന്നും ആലോചിച്ചിട്ടല്ല ഞാനവിടെ ബിസിനസ് ചെയ്യുന്നത്. അവിടുത്തെ ആൾക്കാരെ എങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. ഞാനവിടെ ഒരു ഇൻഡസ്ട്രി കൊണ്ടുവരുന്നു. അവിടെ ഒരുപാട് നിയമലംഘനങ്ങൾ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കണ്ടെത്തൽ വന്നു. അതിനുശേഷം ഒരു സമിതി പഠിച്ചു. 212 കോടിയുടെ നഷ്ടം ഈ കമ്പനി ആ നാട്ടിൽ ഉണ്ടാക്കിയതാണ് കണ്ടെത്തൽ. 212 കോടി നഷ്ടം. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കമ്പനിക്ക് അഗൻസ്റ്റ് ആ പൈസ എടുക്കേണ്ടതാണ്. അത്രേ. അതിന്റെ കാരണക്കാരൻ ഓജിയാണ്. അപ്പൊ അതിന് കാരണക്കാരൻ എനിക്ക് ബിസിനസ്, ഐ മേഡ് മണി ഔട്ട് ഓഫ് ഇറ്റ്, സിമ്പിൾ. ഓജി ഈ പറയുന്നത് അല്ലെങ്കിൽ തന്നെ പാവം മനുഷ്യരാണ്, പാവം നാടാണ്. അല്ലെങ്കിൽ തന്നെ വെള്ളമുള്ള സ്ഥലത്ത്, വെള്ളമില്ലാത്ത സ്ഥലത്ത് താങ്കൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ അറിയാം. അവിടെ ഈ പറയുന്ന ആൾക്കാരെ 42 കോടി സമാഹരിച്ച് താങ്കൾ 2 ഏക്കർ കൈവച്ചു. എന്തിനു വേണ്ടിയാണ്? 10 ഏക്കർ കൈവച്ചു. അവിടെ കൊക്കക്കോള വരുമ്പോൾ താങ്കൾ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞത് ആ ടെനി കോസ്റ്റ് ആൾക്കാരെ എത്ര ബുദ്ധിമുട്ടിച്ചാലും ദ്രോഹിച്ചാലും ആൾക്കാർ വെള്ളം കിട്ടാതെ മരിച്ചു പോയാലും ഓജിക്ക് അവിടെ നല്ല വെള്ളം ഒഴുകുന്നുണ്ട്. മനസ്സിലായല്ലോ? അവിടെ കൂടി കനാലിൽ കൂടി നല്ല വെള്ളം ഒഴുകുന്നുണ്ട്. ഞാൻ അതേ കണ്ടിട്ടുള്ളൂ. അവിടെ വെള്ളമില്ല എന്നുള്ളത് എനിക്കൊരു പിടിയില്ല. ഞാനും നോക്കുമ്പോൾ പാലക്കാടാണ് ഏറ്റവും ചീപ്പായിട്ട് സ്ഥലം കിട്ടുന്ന 1. 2 ഇൻഡസ്ട്രിയൽ ഏരിയ കംപ്ലീറ്റ് പാലക്കാടാണ്. 3 പെപ്സി കമ്പനി 10 കിലോമീറ്റർ അപ്പുറത്തുണ്ട്. ഈ 3 നോക്കിയപ്പം യെസ്. അല്ലാണ്ട് ഞാൻ അവിടെ നാട്ടുകാരുടെ അതോ സാധാരണക്കാളും വില കൂടുതൽ കൊടുത്താണ് നമ്മളെ സ്ഥലം 44 ഏക്കർ വാങ്ങിക്കുന്നത്. പിന്നീട് സമരങ്ങളിലൊക്കെ കാണുമ്പോൾ സമരത്തിൽ ഞാനില്ലല്ലോ, കഴിഞ്ഞ ഗുഡ് നൈറ്റ്. ഞാൻ പറയുന്നത് ശരി, താങ്കൾ അവിടെ ഉണ്ടാക്കി, താങ്കൾ മണി ഉണ്ടാക്കി അവിടെ നിന്ന് വിട്ടു. താങ്കളുടെ ആ പ്രവൃത്തി കാരണം ഒരു നാട് ദുരിതപ്പെടുന്ന കാണുമ്പോഴും മോജിക്ക് വേണ്ടിയിരുന്നില്ല, ഒറ്റ മിനിറ്റ് തോന്നിയിട്ടില്ല. അത് എന്തായിരുന്നു എന്നുള്ള എനിക്ക് അറിയത്തില്ല. ഓജി ഈ പറഞ്ഞ കൊക്കക്കോലയുടെ കാര്യം പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ കൊക്കക്കോല പ്ലാച്ചിമട ഇയാൾ കൊണ്ടുവന്നതെന്ന് ഇയാളുടെ ക്ലെയിം ഉണ്ടായിരുന്നു. സ്റ്റിൽ ആ ജനത ഇപ്പോഴും ഫൈറ്റിലാണ്. പക്ഷെ ഓജി വന്നിരുന്നിട്ട് മീഡിയയിൽ പറയുന്നത് എന്താ, ന്യൂസിൽ എനിക്കതൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ഇന്ന് കാശുണ്ടാക്കി ഞാൻ ഇറങ്ങിപ്പോന്നു. ഓജി സ്വന്തമായി കൊക്കക്കോല പോലും കുടിക്കില്ല. അതെന്താന്നുള്ളത് ഓജിക്ക് നന്നായിട്ട് അറിയാമെന്നാണ് ഓജി പറയുന്നത്. അങ്ങനെ അത്രയും ഡെഡ്ലി ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഐറ്റം, ആ സംഗതി അങ്ങനെയാണെങ്കിൽ അവിടുത്തെ നാട്ടുകാരുടെ തലയിൽ ഇയാൾ വെച്ചു കൊടുത്തല്ലേ ഇയാളുടെ ലാഭത്തിന് നോക്കുമ്പോൾ ആണെന്നും ഇയാൾ പറയുന്നു. എന്നാൽ ഇയാൾ ഇതേ മനുഷ്യൻ തന്നെ പല സ്ഥലങ്ങളിലും ഞാൻ നല്ല മനുഷ്യനാണ്, ഞാൻ മനുഷ്യന്മാർക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളാണ്, അങ്ങനെ എങ്ങനെയെന്ന് വേറെയും പറയുന്നു. ഇപ്പോഴും ആ ജനത ഇയാളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇയാൾ ഈ കോടീശ്വരനാണല്ലോ, ഇത്രയും ഹൈ ലൈഫ് സ്റ്റൈലുള്ള ഒരു വ്യക്തിയല്ലേ. ഇത് കൊണ്ടുവന്നത് ഈ മനുഷ്യനുമാണ്. പോയി സോർട്ട് ചെയ്ത് കൊടുക്കണ്ടേ ആ ജനങ്ങൾക്ക്? അത് ചെയ്യണമില്ല. അപ്പോഴും അവിടെ മറ്റേ ആ സാധനം പിടിച്ചിട്ടുള്ള ഞാൻ ബിസിനസ് ചെയ്താണ്, എനിക്ക് അവിടെ ആർക്ക് എന്ത് പറ്റിയിട്ട് ഞാൻ അറിയേണ്ട കാര്യം എന്താണെന്നുള്ളത്. ഇയാളുടെ ഈ സാധനങ്ങളാണ് ഇയാളെ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം ഒരു പക്ഷേ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് സുനിൽ കിടലൻ തോന്നുമെങ്കിലും ഇയാൾ ഭയങ്കര സീനാണ്. കാരണം എത്ര ഈസി ആയിട്ടാന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോഴും ആ ജനതേനെ ഇയാൾ തള്ളിപ്പറഞ്ഞു പ്ലാച്ചിമടയിൽ. ഇയാൾ കാരണമാണ് അവരിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നിയമപരമായിട്ടുള്ള ഫൈറ്റുള്ളത്. പക്ഷെ അയാൾ അതൊന്നും എടുക്കുന്നില്ല. അയാൾക്ക് ഭയങ്കര ലൈറ്റ് കാര്യമാണ്, മനസ്സിലായത്? അത് തീരൊന്നും താല്പര്യമില്ല അയാൾക്ക്. സോ എൻ്റെ ഒരു കൺക്ലൂഷൻ എന്താ വെച്ചെങ്കിൽ, ഒന്നില്ലെങ്കിൽ ഇയാൾ ഈ പറഞ്ഞ പോലെ എവിടെയോ വീണ് തലയ്ക്കെന്തോ തട്ട് കിട്ടിയപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം നീച്ചപ്പോൾ യോയോ ആയത്. അല്ലെങ്കിൽ ഇയാൾക്ക് മനസ്സിലായി കാലം മാറുകയാണ്, കോലവും മാറണം, അതിനനുസരിച്ച് കോലവും മാറിത്തുടങ്ങി. ബാക്കിയുള്ളവർക്കൊന്നും ഓടിയെത്താൻ പറ്റില്ല ഇയാളുടെ ഏജിലുള്ളവർ, പക്ഷെ ഇയാൾ എത്തി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇയാൾക്ക് ഡെഫിനറ്റ്ലി എന്താണ്, സേഫ് സോണിൽ വന്നിരിക്കണം. സേഫ് സോണിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ പ്രീവിയസ്ലി ചെയ്ത സാധനങ്ങൾ പുറത്തു വരാനും പാടില്ല.
പിന്നെ ഇപ്പം ഇനി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതും വലിയ രീതിയിൽ പുറത്ത് വരാതിരിക്കണമെങ്കിൽ പിന്നെ അയാൾക്ക് നോക്കേണ്ടത് എൻ്റെ പോലീസ് സിസ്റ്റമാണ്. ഇയാളെ പല കഥയിലും ഇയാളുടെ പോലീസ് ഓഫീസർ എന്നുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ എൻറ്റയർ സിസ്റ്റവും ഇയാൾ ഹൈജാക്ക് ചെയ്തതുകൊണ്ട് നമുക്കറിയില്ലല്ലോ. പിന്നെ സെൻട്രലിൽ ആവണ കാലത്ത് കുറേ ദണ്ട് പിടിച്ച കൈകളാണെന്ന് പറഞ്ഞ പോലെ RSSും സംഘപരിവാർ ABVP ഒക്കെ എടുത്തിട്ട മനുഷ്യനല്ലേ. അപ്പോൾ ഇവിടുത്തെ പോലീസ് സിസ്റ്റവും സെൻട്രലിലെ പൊളിറ്റിക്കൽ പവറും മതി ഒരു ബിസിനസ്സുകാരന് അയാളുടെ ഏത് തേർഡ് റേറ്റ് ബിസിനസ് ചെയ്യാനും ഈ സാധനം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒന്നും പുറത്തു വരാൻ പോകുന്നില്ല. എന്തുകൊണ്ട്? ഈ തേർഡ് റേറ്റ് ബിസിനസ്സിന് എന്തെങ്കിലും പങ്കുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്ത് വരികയാണെങ്കിൽ അതിന് എക്സ്ട്രാ തിരികെ കൊടുത്താൽ മതിയല്ലോ. ഇടത്തിനും വല്ലത്തിനും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ. Now you decide OG Sunil is a real fake or OG original എന്നുള്ളത്. You guys decide.